ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. JSOയ്ക്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അറിയില്ല ഈ വർഷം ഇനി പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വേറെ ബയോകെമിസ്ട്രിക്കാർക്കും മൈക്രോബയോളജിക്കാർക്കൊക്കെ ഉണ്ടാവുമോ ഇല്ലയെന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കിട്ടിയ ചാൻസ് അപ്ലൈ ചെയ്ത എല്ലാവരും അതുപോലെ തന്നെ പഠിക്കാൻ ടൈമുള്ള ആളുകൾ എങ്ങനെയെങ്കിലും, ഇല്ലാത്തവരും എങ്ങനെയെങ്കിലുമൊക്കെ ടൈം കണ്ടെത്തി നന്നായിട്ട് പഠിക്കുക. വേറെ ഓപ്ഷനൊന്നുമില്ല. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. സൈപ്രോ JSO ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി 9048900045 കോൺടാക്റ്റ് ചെയ്താൽ മതി. വീക്ക് 5 എന്തൊക്കെ പഠിക്കണം എന്ന് നമുക്ക് നോക്കാം. ഡേ 1 പാത്തോളജി പഠിക്കുക, ബ്ലഡ് അല്ലേ, ക്ലാസ് 1 ബ്ലഡ് കമ്പോസിഷൻ, മെഡിക്കൽ മൈക്രോബയോളജി, എർസീനിയ, സ്യൂഡോമോണസ് ഒക്കെ പഠിക്കുക. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ, അഡ്സോപ്ഷൻ, അതുപോലെ തന്നെ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി പഠിക്കുക. പിന്നെ ടെസ്റ്റ് സീരീസ് ചെയ്യുക. ടൈം ഫിക്സ് ചെയ്തിട്ട് വേണം, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ട് അതനുസരിച്ച് ടൈം ഫിക്സ് ചെയ്തിട്ട് വേണം ടെസ്റ്റ് സീരീസ് എഴുതാനായിട്ട്. എർസീനിയയുടെയും അതുപോലെ തന്നെ സ്യൂഡോമോണാസിൻ്റെയും ടെസ്റ്റ് സീരീസ് എഴുതുക. അത് കഴിഞ്ഞ ശേഷം പാത്തോളജിയുടെ ടെസ്റ്റ് സീരീസാണ്. ബ്ലഡിൻ്റെ കമ്പോസിഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബ്ലഡ്, പിന്നെ പ്ലാസ്മ പ്രോട്ടീൻസ്, എറിത്രോസൈറ്റ്സ്. അപ്പോൾ ഇത്രയും ടെസ്റ്റ് സീരീസ് ഉണ്ടാവും ഒരു ദിവസം ചെയ്യാനായിട്ട്. മിനിമം നിങ്ങൾക്കൊരു 4 മണിക്കൂറെങ്കിലും വേണം ഇത്രയും പഠിച്ച് തീർക്കാനായിട്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇത്രയും പഠിച്ച് തീർത്ത് കഴിഞ്ഞാൽ മാത്രമേ, ഇത്രയും പഠിച്ച് തീർക്കുക എന്നുള്ളതല്ല, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ടെസ്റ്റ് സീരീസ് ചെയ്യുക, എന്തൊക്കെയാണ് തെറ്റിപ്പോയത് അതൊക്കെ മനസ്സിലാക്കി എടുക്കുക. ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിലെയും 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാക്കി സമയമുണ്ടെങ്കിൽ റിവൈസ് ആൻഡ് റീകോൾ, ഇന്ന് പഠിച്ചതൊക്കെ അല്ലേ, രാത്രി ആവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാത്രി പഠിച്ചു കഴിഞ്ഞ ശേഷം, രാത്രി വഴിയാണ് പഠിക്കാനിരിക്കുന്നവർ അത് കഴിഞ്ഞ ശേഷം ഒന്ന് റിവൈസ് ചെയ്യുക. ഇനി ഡേ 1 അല്ലേ, വീക്ക് 1 മൈക്രോബയോളജി കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബയോകെമിസ്ട്രി, അമിനോ ആസിഡും പ്രോട്ടീൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ ഷോർട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അതാണ് ഡേ 1. ഇനി ഡേ 2 നമ്മൾ ക്ലാസ് 2ഉം അതുപോലെ തന്നെ ക്ലാസ് 3യും കാണുക, പാത്തോളജി. പിന്നെ മോളിക്കുലർ എൻഡോക്രൈനോളജി, ഹോർമോൺസിൻ്റെ ക്ലാസ് 1 കാണുക. മെഡിക്കൽ മൈക്രോബയോളജി, സ്ട്രെപ്റ്റോകോക്കസ് പഠിക്കുക. അതുപോലെ തന്നെ ക്രൊമാറ്റോഗ്രഫി റിവൈസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ ശേഷം ടെസ്റ്റ് സീരീസാണ്. ടെസ്റ്റ് സീരീസ്, ക്രൊമാറ്റോഗ്രഫിയുടെ ടെസ്റ്റ് സീരീസ് ചെയ്യുക, സ്ട്രെപ്റ്റോകോക്കസിൻ്റെ ടെസ്റ്റ് സീരീസ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം ആദ്യം ക്ലാസ് കണ്ട് നന്നായിട്ട് പഠിച്ച് ഷോർട്ട് നോട്ട്സൊക്കെ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ഒന്നുകൂടെ റിവിഷനൊക്കെ കഴിഞ്ഞ് റീകോൾ ചെയ്ത് നോക്കുക അല്ലേ, ഓർക്കാൻ പറ്റുന്നുണ്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും ടെസ്റ്റ് സീരീസ് ചെയ്യുക. അപ്പോൾ ടൈം ഫിക്സ് ചെയ്തിട്ട് വേണം ടെസ്റ്റ് സീരീസ് ചെയ്യാനായിട്ട് OMR ഷീറ്റിൽ ചെയ്യുക. മെഡിക്കൽ മൈക്രോബയോളജി, സ്ട്രെപ്റ്റോകോക്കസ്, അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് പാത്തോളജി, WBCനെ പറ്റിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞ ശേഷം തീർന്നില്ല, റിവിഷൻ ഉണ്ട്, റീകോൾ ഉണ്ട്. നേരത്തെ പഠിച്ച നമ്മൾ മെഡിക്കൽ മൈക്രോബയോളജിയിൽ പഠിച്ചേക്കുന്ന, അതിൽ വന്നേക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടോക്സിൻസും കൾച്ചർ മീഡിയയൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ അമിനോ ആസിഡ്സും പ്രോട്ടീൻസിൻ്റെയും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. എല്ലാവർക്കും ബയോകെമിസ്ട്രി നല്ല ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും, MLTക്കാർക്കും അതുപോലെ മൈക്രോബയോളജിക്കാർക്കും. ബയോകെമിസ്ട്രിക്കാർക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല അല്ലേ, പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ബയോകെമിസ്ട്രിക്കൊക്കെ കുറച്ച് ടൈം കൂടുതൽ കണ്ടെത്തുക. ഇനി ഡേ 3 ബ്ലഡ് ക്ലോട്ടിംഗ് പഠിക്കുക. അതുപോലെ തന്നെ ഹോർമോൺസ് പാർട്ട് 2 പഠിക്കുക. മെഡിക്കൽ മൈക്രോബയോളജി, ന്യൂമോകോക്കസ് പഠിക്കുക. പിന്നെയാണ് ടെസ്റ്റ് സീരീസ്. ഈ ടെസ്റ്റ് സീരീസ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, മെഡിക്കൽ മൈക്രോബയോളജി, ന്യൂമോകോക്കി പഠിക്കുക. ടെസ്റ്റ് സീരീസ് പാത്തോളജി, പ്ലേറ്റ്ലെറ്റ്സിനെ പറ്റിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് പഠിക്കുക. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ മോളിക്കുലർ എൻഡോക്രൈനോളജി ആ ഏരിയ പഠിച്ചല്ലോ, അപ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ടെസ്റ്റ് സീരീസ് ഉണ്ട്. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് എൻഡോക്രൈനോളജി, അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, OMR ഷീറ്റിൽ ചെയ്യുക. പിന്നെ ഇമ്മ്യൂണോഗ്ലോബുലിനും ഹൈപ്പർ സെൻസിറ്റിവിറ്റിയൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, ഡേ 4 പാത്തോളജി ക്ലാസ് 5 ബ്ലഡ് ക്ലോട്ടിംഗ് പഠിക്കുക. മോളിക്കുലർ എൻഡോക്രൈനോളജി, ഹോർമോൺസ് പഠിക്കുക. പിന്നെ മെഡിക്കൽ മൈക്രോബയോളജി, ട്രീപ്പോണിയമ. അത് കഴിഞ്ഞ ശേഷം ട്രീപ്പോണിയമ പഠിക്കുക. പിന്നീടാണ് ടെസ്റ്റ് സീരീസിൻ്റെ ഒരു മേളമാണ്, ഇഷ്ടംപോലെ ഉണ്ട്. മെഡിക്കൽ മൈക്രോബയോളജി, ട്രീപ്പോണിയമ ടെസ്റ്റ് സീരീസ് ചെയ്യുക. പാത്തോളജി, ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ടെസ്റ്റ് സീരീസ് ചെയ്യുക. തൈറോയിഡ് ഗ്ലാൻഡ്, ഫിസിയോളജി തന്നെ തൈറോയിഡ് ഗ്ലാൻഡ്
നമുക്ക് ഹോർമോൺസൊക്കെ നന്നായിട്ട് പഠിക്കണം MLTയിൽ. ഓക്കെ, ഹോർമോൺസൊക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ടെസ്റ്റുകളും വാല്യൂസും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ടെസ്റ്റ് ചെയ്യുക, പാരാതൈറോയ്ഡ്, കാൽസിറ്റോണിൻ, വിറ്റമിൻ D, അഡ്രിനൽ കോർട്ടെക്സ്, അഡ്രിനൽ മെഡുല, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് ടെസ്റ്റ് സീരീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേ 4 1 2 3 4 5 6 ടെസ്റ്റ് സീരീസ് ഉണ്ട്, അത് ചെയ്യുക. ഇനി അത് കഴിഞ്ഞ ശേഷം ടൈം ഉണ്ടെങ്കിൽ ഇമ്മ്യൂണോളജിയിൽ ടിഷ്യൂ ആൻഡ് ഓർഗൻസും കോംപ്ലിമെൻ്ററി കാസ്കേഡ് പ്രോട്ടീൻസൊക്കെ റിവൈസ് ചെയ്യുക. ഇതാണ് ഡേ 4 പഠിക്കാനുള്ളത്. ഒരു 4 മണിക്കൂറെങ്കിലും വേണം നിങ്ങൾക്ക് ഈ രീതിയിൽ പഠിക്കാനായിട്ട്. ഇനി ഇഷ്ടം പോലെ സമയമുള്ളവർക്ക് അതിൽ കൂടുതലെടുക്കാം, അല്ലേ? റിവിഷനും റീകോളും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ മിക്കവാറും ജോലിക്ക് പോകുന്നവർക്ക് ഒരു 4 മണിക്കൂർ കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലേ? രാവിലെ ഒരു 2 അവർ, വൈകിട്ട് വന്നു കഴിഞ്ഞ ശേഷം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജോബ് വേണം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കറണ്ട് ഇതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വേണ്ട, അല്ലേ? വെറുതെ ഒന്ന് എഴുതി നോക്കാം അങ്ങനെയുള്ളവർ വേണ്ട, അല്ലേ? അങ്ങനെയുള്ളവർക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. വെറുതെ എല്ലാവരും എക്സാമിനേഷൻ എഴുതാൻ പോകുന്നു, ഞാനും ഒന്ന് പോയി നോക്കാം, കിട്ടിയാൽ കിട്ടി, അങ്ങനെ. പക്ഷെ നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ട്, അല്ലേ? നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ജോലിക്ക് കയറണമെങ്കിൽ നന്നായിട്ട് പഠിക്കുക. ഇന്നോട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇനി എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ട് പഠിക്കാം എന്നൊന്നുമില്ല. ഇനി നമുക്ക് അധികം സമയവും ഇല്ല, അല്ലേ? ഒക്ടോബറൊക്കെ ആകുമ്പോൾ എക്സാമിനേഷൻ വരും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ രീതിയിൽ തന്നെ നമ്മൾ സ്ട്രിക്റ്റായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വലിയ സിലബസ് ആയിരിക്കും അത് തീർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഡേ 5 കെമിസ്ട്രി പഠിക്കുക. സൊല്യൂഷൻ കെമിസ്ട്രി നമുക്ക് ഉണ്ടാവും. കെമിസ്ട്രി ഇഷ്ടമില്ലാത്തവരുണ്ടാവും. നമുക്ക് ഒരു 1-2 ക്വസ്റ്റ്യൻസൊക്കെ കെമിസ്ട്രിയിൽ വരും, മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ ശേഷം മോളിക്കുലർ എൻഡോക്രൈനോളജി പഠിക്കുക. പിന്നെ ലെപ്റ്റോസ്പൈര പഠിക്കുക. ലെപ്റ്റോസ്പൈരയൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്, അത് പഠിക്കുക. പിന്നെ മെഡിക്കൽ മൈക്രോബയോളജിയിലെ ടെസ്റ്റ് സീരീസാണ് വരുന്നത്. ഓക്കെ, ലെപ്റ്റോസ്പൈര ചെയ്യുക. പിന്നെ നമ്മുടെ മോളിക്കുലർ എൻഡോക്രൈനോളജിയിൽ വന്നിരിക്കുന്ന പാൻക്രിയാസ്, അതുപോലെ തന്നെ തൈമസിൻ്റെയൊക്കെ ടെസ്റ്റ് സീരീസ് ചെയ്യുക. പിന്നെ നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള വൈറ്റമിൻസ്, വാട്ടർ സൊല്യൂബിളും അതുപോലെ തന്നെ മിനറൽസും ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. അതിൻ്റെയൊക്കെ റെക്കമെൻഡഡ് ഡെയിലി അലവൻസും പുതിയത് ഒന്ന് നോക്കുക. ഇനി ഡേ 6 നമുക്ക് ക്ലാസ് ഏതൊക്കെയാണ്? സൊല്യൂഷൻ കെമിസ്ട്രി പാർട്ട് 2, ക്ലോസ്ട്രീഡിയം, അതുപോലെ തന്നെ മിനറൽ ന്യൂട്രീഷൻ. നമുക്ക് എപ്പോഴും ക്ലാസ് പഠിക്കണം. അതിനേക്കാളും നമ്മൾ കുറച്ചും കൂടി കെയർ കൊടുക്കേണ്ട ഏതിനാണ്? ടെസ്റ്റ് സീരീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമ്മളെപ്പോഴും പഠിക്കുക, എല്ലാവരും പഠിക്കുക, സിലബസ് തീർക്കുക, പഠിക്കുക. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എക്സാം ഹോളിൽ ചെല്ലുമ്പോഴത്തേക്കും എല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാം അറിയാം, എന്നാൽ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും ഇത് എഴുതാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവർക്കും. മിക്ക സ്റ്റുഡൻസിൻ്റെയും പ്രശ്നം അതാണ്. അത് നല്ല രീതിയിൽ ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. നിങ്ങളെല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കും, പക്ഷേ ഇങ്ങനെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യൽ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതി ഒന്ന് നിങ്ങൾ സ്ട്രോങ് ആക്കി വെക്കുക. ടെസ്റ്റ് സീരീസ് നമുക്ക് ഡേ 6 മെഡിക്കൽ മൈക്രോബയോളജി, ക്ലോസ്ട്രീഡിയം, പിന്നെ ടെസ്റ്റ് സീരീസ് കെമിസ്ട്രി, മൊളാലിറ്റി, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഓൺ മൊളാലിറ്റി, പിന്നെ പ്രോബ്ലംസ് ഓൺ നോർമാലിറ്റി, പിന്നെ പ്രോബ്ലംസ് ഓൺ നോർമാലിറ്റി, PPM, മാസ് പ്രസൻറ്റ് ആൻഡ് വോളിയം പ്രസൻറ്റ്. ഇത്രയുണ്ട് ടെസ്റ്റ് സീരീസ് ഡേ 6. പിന്നെ റിവൈസ് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ്. ഇനി ഡേ 7 ലാസ്റ്റ് ഡേ, ഒരു വീക്കിലെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഫുള്ള് റിവിഷനായിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് ടെസ്റ്റ് സീരീസ് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ റിവിഷൻ ഫുള്ളും ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ 1 to 6 ഡേയ്സിലുള്ള ഫുള്ള് റിവിഷൻ ചെയ്യുക. പിന്നെ നമുക്ക് ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് മോളിക്കുലർ എൻഡോക്രൈനോളജി റിവൈസ് ചെയ്യുക, ക്രോമാറ്റോഗ്രഫി, കെമിസ്ട്രി, മെഡിക്കൽ മൈക്രോബയോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നീട് നമുക്ക് ടെസ്റ്റ് സീരീസ്, ക്രോമാറ്റോഗ്രഫി ടെസ്റ്റ് സീരീസ്. ക്രോമാറ്റോഗ്രഫിയിൽ നമുക്ക് 2 ഇഷ്ടംപോലെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ചെയ്യുക 10 minutes ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഫിസിയോളജി, എൻഡോക്രൈനോളജി ടെസ്റ്റ് ചെയ്യുക. പിന്നീട് നമുക്ക് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ റിവൈസ് ചെയ്യുക, കാർബോഹൈഡ്രേറ്റ് ആൻഡ് ലിപ്പിഡ് റിവൈസ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഏത് വീക്കാണ് നമ്മൾ വീക്ക് 5 ടൈം ടേബിൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ സൈപ്രോ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, പഠിക്കാം. ഓക്കെ, താങ്ക് യു.